ഹലോ, ഞാൻ നൂറുദ്ദീൻ വയനാട്. നമ്മളിന്ന് ഒരു 87 സെന്റ് സ്ഥലവും അതിൽ ഒരു 3 ബെഡ്റൂമൊക്കെ ഉള്ള നല്ലൊരു വീടും ഒരു ഫാമും, കോഴി ഫാമും, 7000 കോഴിക്കുള്ള ഫാമും അതിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വീഡിയോയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ടാറിങ് റോഡാണ്, അത്യാവശ്യം വീതിയുള്ള ടാറിങ് റോഡാണ്. ഈ ടാറിങ് റോഡിൻ്റെ സൈഡിലാണ് നമ്മളെ ഈ വീട് സ്ഥലം ഉള്ളത്. സൈഡിലൂടെ ഒരു റോഡ് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് നമ്മളെ ഫാമിലേക്കുള്ള റോഡാണ്. ഫ്രണ്ടിലെ നമ്മളെ വീടും അതിന്റെ ബാക്കിലേക്കാണ് ഫാമും കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്, സുൽത്താൻ ബത്തേരി ഭാഗത്താണ്. ഇത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലം കൂടിയാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മളെ പരിസരത്ത് തന്നെ ഉണ്ട്. ഒരു 1/2 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് ടൗൺ വരുന്നുണ്ട്, ഹൈവേ ഉണ്ട്, ബസ് റൂട്ട് ഉണ്ട്, അതുപോലെ ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ എല്ലാം നമുക്കൊരു 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. നമ്മളങ്ങനെ നേരെ വീടിന്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. മുറ്റത്തിന്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ നല്ലൊരു ബുഷ് ചെടിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. സൈഡിലൂടെ ഒക്കെ നല്ല വേറെ ചെടികളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. നല്ല വൃത്തിയുള്ള ഒരു വീടാണ്. നമ്മളെ വീട്ടിൽ 3 ബെഡ്റൂമുകളുണ്ട്, 2 ബാത്റൂമുകളൊക്കെ ഉണ്ട്. ഇത് അധികം പഴക്കമില്ലാത്തൊരു വീടാണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീടിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീടിന്റെ ബാക്ക് സൈഡിൽ പോയിട്ട് നമുക്ക് ഫാമും മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. ഇത് നമ്മളെ വീട്ടിലെ 1-മത്തെ ബെഡ്റൂം. ബെഡ്റൂമിന്റെ ഉള്ളിലൊക്കെ ഡ്രസ്സുകൾ വെക്കാനുള്ള അൽമറൊക്കെ ഉണ്ട്. ഇതൊരു ഹാളാണ് നമ്മൾ കാണുന്നത്. ഈ ഹാളിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമും കിച്ചനും ഒക്കെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബെഡ്റൂമും ബാത്റൂമും ഒക്കെ വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു വീടാണ്. നല്ല ചുടുകട്ടയിലൊക്കെയാണ് നമ്മൾ ഈ വീട് പണിതിരിക്കുന്നത്. ഇവിടെ നമ്മളെ 2-മത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ വരുന്നുണ്ട്. ഉള്ളിലൊക്കെ നമുക്ക് ഡ്രസ്സുകൾ വയ്ക്കാനുള്ള അൽമറയൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ ആ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ 3-മത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഡ്രസ്സുകൾ വയ്ക്കാനുള്ള അൽമറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കഴിഞ്ഞാൽ നമുക്ക് കിച്ചന്റെ ഭാഗമാണ് വരുന്നത്. കിച്ചണിലാണെങ്കിലും നല്ല സൗകര്യമാണുള്ളത്. ബർത്തുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉള്ളിൽ പാത്രങ്ങൾ വെക്കാനുള്ള അൽമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പുകയില്ലാത്ത അടുപ്പൊക്കെ നമ്മളെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഏരിയ വരുന്നുണ്ട്. കിച്ചണ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഏരിയ ആണ്. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്, കോമൺ ആയിട്ടുള്ള. ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ ആ വീടിന്റെ പുറത്തുവശത്തേക്ക് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ആ ബാക്കിലേക്ക് പോയിട്ട് ഫാമും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. നമ്മളിപ്പോൾ ഇത് കാണുന്ന ഈ റോഡ് നേരെ ഫാമിലേക്കുള്ള റോഡാണ്. നമ്മൾ ഈ 87 സെന്റ് സ്ഥലത്ത് അത്യാവശ്യം എല്ലാ സൈസും മരങ്ങളുണ്ട്. സൈഡിലൊക്കെ കണ്ടില്ലേ, കാപ്പി ഉണ്ട്, അതുപോലെ തെങ്ങുകളുണ്ട്, കവുങ്ങുകളുണ്ട്, മാവുകള്, പ്ലാവുകള്, അങ്ങനെ ഫുള്ള് മരങ്ങളാണ് നമ്മുടെ ഈ സ്ഥലത്തുള്ളത്. നമ്മൾ ആ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ടിട്ട് വരും, നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞതുപോലെ ചുടുകട്ടയിലാണ് നമ്മൾ ഈ വീട് ഫുള്ളായിട്ട് പണിതിരിക്കുന്നത്. നമ്മുടെ ഈ സ്ഥലത്ത് 3 ഷെഡുകളുണ്ട്. 7000 കോഴിക്കുള്ള 3 ഷെഡുകളുണ്ട്. മാസത്തിൽ നല്ലൊരു വരുമാനം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. നമ്മളെ സൈഡ് ഭാഗങ്ങളൊക്കെയാണ് ഇങ്ങനെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മരങ്ങൾ തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ. ഇതൊക്കെ നമ്മളെ 87 സെന്റിൽപ്പെട്ട ഭാഗങ്ങളാണ്. അതുപോലെ നമ്മളെ ഈ സ്ഥലത്തിന്റെ ലാസ്റ്റ് ഭാഗം വയലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് നല്ല സൗകര്യം തന്നെയുണ്ട്.
ഫാമൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം ഇഷ്ടം പോലെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലം വയലിനോട് ചേർന്നായതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെയുണ്ട്. ഓപ്പൺ കിണറൊക്കെയാണുള്ളത്. അങ്ങനെ നമ്മൾ ആ ഷെഡിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെ 3 ഷെഡുകളാണ് നമ്മുടെ ഈ സ്ഥലത്തുള്ളത്. നമുക്കിനി ഷെഡ് കൂട്ടിയടിക്കാനുള്ള സ്ഥലം ഇവിടെ ബാക്കിയുണ്ട് ബാക്ക് സൈഡിലേക്ക്. ഈ ഷെഡൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ പണിതിരിക്കുന്നത്. ഫുള്ള് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് പണിതിരിക്കുന്നത്. സാധാരണ മരത്തിലൊക്കെ ഇതുപോലെ ഷെഡുകൾ കിട്ടാറുണ്ട്. ഇത് നമുക്ക് നല്ല കണ്ടീഷനായിട്ടാണ് ഇവർ പണിതിരിക്കുന്നത്. ഇത് വീട്ടിലുള്ളവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വീട്ടിലുള്ള ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ പറ്റും. ഷെഡുകളൊക്കെ ഉണ്ടല്ലേ, നല്ല സ്ട്രോങ് ആയിട്ടാണ് എല്ലാം പണിതിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നതിന്റെ വെള്ളം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന പാത്രങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. സൈഡിലൊക്കെ ഇതാ കോഴിത്തീറ്റൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ മുമ്പിൽ പ്ലാസ്റ്റിക് ഇങ്ങനെ ചുറ്റിയത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ ഫുള്ള് കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത്. നമ്മളൊരു ഫസ്റ്റത്തെ ഒരു 10 ദിവസം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണം. നല്ല ചൂടോ കുറച്ച് കൂട്ടിയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഷെഡിലേക്ക് ഇങ്ങനെ മാറ്റാവുന്നതാണ്. ഇതൊക്കെ ഫാമൊക്കെ നടത്തി പരിചയമുള്ള ആളുകളാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട് നല്ല പൊടികളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആ പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിലുള്ള കാഴ്ചയാണിത്. ഇത് ഫസ്റ്റത്തെ ഒരു 10 ദിവസം ഇതുപോലെ ലൈറ്റുകളൊക്കെ ഒന്ന് താഴ്ത്തി വെച്ച് കുറച്ച് ചൂടൊക്കെ കൂടുതൽ കൂട്ടിക്കൊടുത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഷെഡിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് 3ാമത്തെ ഷെഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ഏരിയ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഷെഡ് അടിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ ഇതുപോലെ ഫുള്ള് മരങ്ങളാണ്. കാപ്പിയും തെങ്ങും കവുങ്ങും ഒക്കെയാണുള്ളത്. ഈ ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലത്തെ 1-2 ഷെഡ് അടിക്കാനുള്ള നല്ല സ്ഥലം ബാക്കിയുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞു തരാം. ഇതിന്റെ കോഴിക്കുഞ്ഞുങ്ങളും അതിനുവേണ്ട തീറ്റ നമുക്ക് ഈ പാർട്ടി എത്തിച്ചു തരും. നമ്മളെ പണി ഇതിനെ തീറ്റി പോറ്റി വളർത്തി തിരിച്ചു കൊടുക്കലാണ്. ഇതിനു വേണ്ട വെള്ളവും അതിനുവേണ്ട ഭക്ഷണവും കൊടുത്ത് വളർത്തി വലുതാക്കി തിരിച്ചു കൊടുക്കലാണ് നമ്മളെ പണി. അപ്പോൾ തൂക്കത്തിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. മാസത്തിൽ 1,25,000 രൂപ വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് കുറച്ച് പൈസ ചെലവ് വരുന്നുണ്ട്. ഇതിന്റെ കറണ്ട് ചാർജ് ഒരു 5,000 രൂപയോളം വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലിടുന്ന പൊടി നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനൊരു പൈസ ഉണ്ട്. പണിക്കൂലിയെ കൂടി ഒരു 30 രൂപയോളം ഇവർക്ക് ചെലവ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ബാക്കി 1,25,000 ബാക്കിയൊക്കെ വരുമാനം തന്നെയാണ്. ഇപ്പോൾ 87 സെന്റ് സ്ഥലമാണുള്ളത്. നല്ലൊരു വീട് നമ്മൾ ഇതിൽ കണ്ടു. 7,000 കോഴിക്കുള്ള ഷെഡുകൾ നമ്മൾ കണ്ടു. വെള്ളത്തിന് നല്ലൊരു കിണറൊക്കെ ഇതിലുണ്ട്. അപ്പോൾ വയനാട് ജില്ലയിലാണ്, സുൽത്താൻ ബത്തേരിയിലാണ്, മുനിസിപ്പാലിറ്റിയിലാണ്. 1/2 കിലോമീറ്ററിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങാടി ഉണ്ട്, ഹൈവേ ഉണ്ട്, ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് 45 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുക.